ഈ ബലിപീഠത്തിന്റെ പ്രാർത്ഥനയല്ല അൽമായർക്ക് അവകാശമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനാഭിയ കുർബാനയോടെ നമ്മുടെ രാജപൗരോഹിത്യം വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനും ഈ ബലിയർപ്പണത്തിൽ പങ്കാളികളെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് വിശുദ്ധീകരണത്തിന്റെ ബലിയുടെ മേശസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കവറുടെ മേശസ്തി, ഈ ഇങ്ങനെ ഒരു കുർബാന ഇനി അർപ്പിക്കുവാൻ എനിക്ക് വരുമോ സാധിക്കുകയില്ല, ഞാൻ അറിഞ്ഞുകൂടാ എന്നുള്ള വിശ്വാസം കൂടെ. കാര്യം ജീവനും മരണത്തിന്റെ നാഥൻ ദൈവമാണെന്നും എൻ്റെ കയ്യിൽ ഇതൊന്നും ഇരിക്കുന്നില്ലെന്നും ഈ ബലി എൻ്റെ ആദ്യത്തെ ബലി എൻ്റെ അവസാനത്തെ ബലി എന്നുള്ള രീതിയിൽ ആ പ്രാധാന്യത്തോടെ അർപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അവസാനിപ്പിക്കുമ്പോൾ ആ അവസാനത്തെ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനയും. ആ സഹോദരൻ പറഞ്ഞതിലെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഭിന്നത പോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭിത്തി കുർബാന എന്നൊക്കെ പറയുന്നതെന്ന് ഞങ്ങളിവിടെ ചോദിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം സാധാരണ ഒരു പ്രാർത്ഥനയിൽ നിന്ന് അപ്പം അങ്ങ് പറഞ്ഞു ഹൃദയത്തിലാണ് ഈശോ എഴുന്നള്ളി വരുന്നത്. ശരിയാണ്. ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ അപ്പത്തിന്റെ രൂപത്തിലേക്ക് മാറുന്ന ഒരു കർത്താവ്, ഒരു ദൈവം, നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പം മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ദിവ്യബലിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? വെറും അപ്പവും വീഞ്ഞും ആ ഒരു ബലിപീഠത്തിലേക്ക് എടുത്ത് വെച്ച് പുരോഹിതൻ കുദാശവചനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ അത് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തമായിട്ട് മാറുന്നതാണ് കുർബാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റേത് പ്രാർത്ഥനകളെക്കാളും പ്രാധാന്യം വരാൻ കാര്യം അതാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ വേണ്ടി, നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരാൻ വേണ്ടി ബലിപീഠത്തിൽ വെറും അപ്പവും വീഞ്ഞുമായിട്ട് സമർപ്പിക്കുന്നതിലോട്ട് പരിശുദ്ധാത്മാവിൽ ഈശോ എഴുന്നള്ളി വരികയും പൂർണ്ണമായിട്ടും സത്താമാറ്റം, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, സത്താമാറ്റം സംഭവിക്കുക. അതായത് പൂർണ്ണമായിട്ട് ശരീരവും പൂർണ്ണമായിട്ട് തിരുരക്തമായിട്ട് മാറുന്നത്. അതാണ് കുർബാനയുടെ ഏറ്റവും വലിയ മഹത്വം. മറ്റേത് പ്രാർത്ഥനകളെക്കാളും മറ്റേത് ആചാരങ്ങളെക്കാളും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞതാണ് ഈ ബലിയിൽ ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരം പൂർണ്ണമായിട്ടും കർത്താവിന്റെ ശരീരവും വീഞ്ഞ് പൂർണ്ണമായും കർത്താവിന്റെ രക്തമായിട്ട് മാറുന്നുള്ളതാണ് കുർബാനയുടെ, വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത. അപ്പം മറ്റ് പ്രാർത്ഥനകളെക്കാൾ ഉപരി കുർബാന വ്യത്യസ്തമാക്കുന്നതാണ്. ബലിപീഠത്തിലാണ് ഈശോ എഴുന്നള്ളി വരുന്നത്. ഈശോ എഴുന്നള്ളി വരുന്നുണ്ട്. അപ്പം ആഡ് ഓറിയന്റ് എന്നുള്ള പ്രാക്ടീസ് ഉണ്ട്. അതായത് കിഴക്ക് നോക്കി കുർബാന. ഇത് ആൾക്കാർ പലപ്പോഴും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ചില പുരോഹിതർ ഇതിനു വേണ്ടി മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് ദൈവോന്മുഖമായ കുർബാന എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് സക്രാരി നോക്കി കുർബാനയിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. കാര്യം ഈ രണ്ട് ബലിയർപ്പണ രീതിയെ സഭയിൽ ഔദ്യോഗികമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് ആഡ് ഓറിയന്റം, കിഴക്കിന് അഭിമുഖമായിട്ടുള്ള കുർബാന. അവിടെ മറ്റേ പുരോഹിതൻ യഥാർത്ഥത്തിൽ തിരിയേണ്ടത് കിഴക്ക് വശത്തുള്ള ഭിത്തിയിലോട്ടോ അവിടുത്തെ രൂപങ്ങളിലോട്ടോ അല്ലെങ്കിൽ സക്രാരിലോട്ടോ അല്ല. അവര് പൂർണ്ണമായിട്ടും കിഴക്കിന് അഭിമുഖം, കിഴക്കെന്ന ദിക്കിലോട്ടാണ് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതാണ് കിഴക്കിന് അഭിമുഖമായിട്ടുള്ള കുർബാനയുടെ പ്രത്യേകത. അപ്പോൾ ജനാഭിയ കുർബാന എന്ന് പറയുമ്പോൾ എന്താണ്? അത് പുതിയ നിയമ ഉടമ്പടിയുടെ ഒരു പ്രാധാന്യത്തെ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു അർപ്പണ രീതിയാണ്. കാര്യം നമുക്കറിയാം കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വരവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിഴക്കുന്ന മുന്നിൽപ്പിഴ പോലെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അത് വ്യാഖ്യാനിച്ചാണ് ആഡ് ഓറിയന്റ്, അതായത് കിഴക്കിന് അഭിമുഖ കുർബാന എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജനാഭിമുഖ കുർബാന എന്ന് പറയപ്പെടുന്നത് ശരിക്കും ബലിപീഠ അഭിമുഖ കുർബാന. കാര്യം പുരോഹിതന്റെയും വിശ്വാസികളുടെ മധ്യത്തിലാണ് ബലിപീഠം നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അപ്പം ബലിപീഠം നമുക്കറിയാം, ബലിപീഠം മുദ്ര ചെയ്ത് മാറ്റുന്നത് ദിവ്യബലി അർപ്പിക്കാൻ വേണ്ടിയാണ് ബലിപീഠം മുദ്ര ചെയ്ത് മാറ്റുന്നത്. അപ്പം കുർബാനയിൽ അത് കർത്താവിന്റെ കബറിടവും സിംഹാസനവുമായിട്ട് മാറണം. അപ്പൊ ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന തിരുവോസ്തിയിലേക്കും വീഞ്ഞിലേക്കും കർത്താവ് തിരുശരീരവും തിരുരക്തമായിട്ട് മാറുന്നത് ബലിപീഠത്തിലാണ്. അപ്പം ഇത് ദർശിച്ച് അനുഭവിക്കുവാനുള്ള ഒരു അനുഗ്രഹമാണ് ഈ ജനാഭിയ കുർബാന എന്ന് പറയപ്പെടുന്ന കുർബാനയിലൂടെ, അത് യഥാർത്ഥ ബലിപീഠമായ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യം. ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരക്തമായിട്ട് മാറുന്നു. കർത്താവ് വന്ന് ശിഷ്യന്മാർക്ക് ഉയർത്തി നൽകിയതുപോലെ നമുക്ക് ഉയർത്തി മുറിച്ച് നൽകുന്നു ജനാഭിയ കുർബാനയിൽ. അപ്പോൾ വിഭജന ശുശ്രൂഷ, കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ടുള്ള വിഭജന ശുശ്രൂഷ നമുക്ക് ദർശിച്ച് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആ ആന്തരികാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കണ്ട് ആരാധിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ബലിയർപ്പണ രീതിയാണ് ജനാഭിയ കുർബാന. അപ്പൊ പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം പുരോഹിതൻ മാത്രം ചെയ്തിട്ടിരുന്നൊരു കാര്യമാണ്. അപ്പം അല്ലെങ്കിൽ അന്നത്തെ മറ്റുള്ളവരിൽ നിന്ന് പുരോഹിതൻ വളരെ വ്യത്യസ്തനായിട്ട് മാറ്റപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലൂടെ പുരോഹിത ശുശ്രൂഷകൻ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക്, കർത്താവിന്റെ നൽകിയ സ്ഥാനത്തേക്ക് ശുശ്രൂഷാ പൗരോഹിത്യത്തിലോട്ട് കടന്നു വരികയും അതാണ് ശുശ്രൂഷാ പൗരോഹിത്യമാണെന്ന് വെളിപ്പെടുത്തപ്പെടുകയും ചെയ്തു. കാര്യം രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് പറഞ്ഞത് എല്ലാവരും, അത് ബിഷപ്പും പോപ്പും സന്യാസിനിമാരും സന്യാസ സഭകളിലുള്ള വൈദികരും അൽമാരും എല്ലാം രാജപൗരോഹിത്യത്തിന്റെ പങ്കാളികളാണെന്ന്, മാമോദീസ വഴി എല്ലാവരും തുല്യമായ രാജപൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നും ഈ രാജപുരോഹിതർക്ക് ശുശ്രൂഷാ പൗരോഹിത്യം നൽകുവാനായിട്ടാണ് ഈ വൈദികരെ ദൈവം വിളിച്ചതെന്നും വൈദികരെ നിയോഗിക്കപ്പെട്ടതെന്നും. അപ്പം അവരുടെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ശുശ്രൂഷാ പൗരോഹിത്യ മനോഭാവത്തോടെയാണ് ഇവർ ഈ സേവനം ചെയ്യേണ്ടതെന്നും
ആ ശുശ്രൂഷ പൗരത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമാണ് ബലിയിലൂടെ, തിരുപ്പട്ടത്തിലൂടെ അവർക്ക് ലഭിക്കുന്നതെന്നും, ബലിയിലൂടെ അവർ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, അവർ ഉദാശവചനങ്ങൾ ചൊല്ലുമ്പോൾ കർത്താവിന് തിശുരം തിരുക്തമായിട്ട് ഇത് മാറുമെന്നും പരിശുദ്ധാത്മാവിൽ മാറുമെന്നും അത് വീണ്ടും പ്രഖ്യാപിക്കുകയും, അപ്പോൾ രാജപൗരോഹിതജനമായ വിശ്വാസികൾക്കും ഇതിൽ കാണുവാനും സജീവമായ പങ്കാളിത്തത്തിന് അർഹതയുണ്ടെന്നും അവകാശമുണ്ടെന്നും, അതുകൊണ്ട് അവർ രാജപൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് മാറപ്പെട്ട ഒരു കുർബാന അർപ്പണ രീതിയാണ് ജനാഭിയ കുർബാന. അതുകൊണ്ടാണ് പുരോഹിതൻ ബലിപീഠത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജനാഭിയ കുർബാനയിൽ വിശ്വാസികൾക്ക് കാണുവാനും ഓരോ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ കുർബാനയിൽ പൂർണ്ണമായിട്ടും പങ്കാളികളാകാൻ, സജീവമായ പങ്കാളിത്തം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. അപ്പം ജനാഭിയ കുർബാന സംഭവിക്കുമ്പോൾ എന്താണ്? ആക്റ്റീവ് ആൻഡ് ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത്. അതായത് സജീവവും ജീവദായകവുമായിട്ടുള്ള ഒരു പങ്കാളിത്തം അവിടെ സംഭവിക്കുന്നു. കാര്യം ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മളും ബലിപീഠത്തോട് ചേർന്ന്, പുരോഹിതനോടൊപ്പം ബലിപീഠത്തോട് ചേർന്ന് ഈശോയെ തിരുശരീരം രക്തമായിട്ട് മാറുമ്പോൾ ഈശോയെ കുമ്പിട്ട് കാണാനും കുമ്പിട്ട് ആരാധിക്കാനും, അവിടുത്തെ ശരീരം വിഭജിക്കപ്പെടുമ്പോൾ അത് ദർശിക്കുവാനും അത് അനുഭവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനൊക്കെ നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നൊരു ബലിയർപ്പണ രീതിയാണ് ജനാഭിയ കുർബാന. അപ്പം അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. നമ്മൾ ഒരു അപ്പം നമുക്കറിയാം, ഒരു പുരോഹിതൻ ബലിപീഠത്തിൽ ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളെ അർത്ഥങ്ങളുണ്ട് കണ്ട്. ഇപ്പം കാസയും പീലാസയും കുരിശാകൃതിയിൽ ഉയർത്തുന്നതിന്റെ അർത്ഥം എന്താ? ആ കുരിശാകൃതിയിൽ ഉയർത്തുമ്പോൾ കർത്താവിന്റെ കുരിശുഭരണം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബലിപീഠത്തിലോട്ട് ആ കാസയും പീലാസം എടുത്ത് വെക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കാഴ്ച സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയപ്പെടുന്ന ഒരു ഭാഗത്തോട്ട് ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ കുരിശാകൃതി കാസയും പീലാസം ഉയർത്തുമ്പോൾ അത് കർത്താവിന്റെ കുരിശുഭരണമായിട്ട് അവിടെ അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് കുരിശുഭരണം കഴിഞ്ഞ് നമ്മൾ ബലിപീഠത്തിലോട്ട് ഈ കാസയും പിലാസം തിരിച്ചു വെക്കുമ്പോൾ കർത്താവിന്റെ കബറടക്കമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഈശോയുടെ ജനനം, മരണം, ഉത്ഥാനം, വീണ്ടും അതിന്റെ ഓർമ്മയാചരണം ഇതെല്ലാം ഈ ബലിപീഠത്തിലൂടെ അനുഷ്ഠിക്കപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് ദർശിച്ച് ഓരോ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സജീവമായിട്ട് പങ്കാളികളാകാൻ നമ്മൾ സഹായിക്കുന്ന ബലിയർപ്പണ രീതിയാണ് ജനാഭിയ കുർബാന. വീണ്ടും പറയുന്നു, ജനാഭിയ കുർബാന നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയുമെങ്കിൽ ശരിക്കും ബലിപീഠത്തിന്റെ നടുക്ക് ബലിപീഠം സ്ഥാപിച്ചിട്ട് വിശ്വാസികൾ ശുശ്രൂഷാ പുരോഹിതൻ അപ്പുറത്തും രാജപുരോഹിതര് ഇപ്പുറത്തും നിന്നിട്ടാണ് ബലിയർപ്പിക്കുന്നത്. അപ്പൊ ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ ബലിയർപ്പണ രീതിയാണ് ഈ ജനാഭിയ കുർബാന എന്ന് പറയുന്നത്. അപ്പം മറ്റേത് പ്രാർത്ഥനകളെക്കാളും കുർബാനയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ എഴുന്നള്ളി വരുന്നു. എവിടെ? ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്നു. എന്റെ കർത്താവിന്റെ കബറിടമായ ബലിപീഠത്തിലേക്ക് എന്റെ കർത്താവിന്റെ തിരുശരീര രക്തം ഞാൻ അർപ്പിക്കുന്നു, പിതാവായ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നു. അപ്പൊ ദൈവം അവിടെ എന്റെ ഈശോ അവിടെ എഴുന്നള്ളി വരുന്നു. എവിടെ? ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയുടെ അവസാനം നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ജനാഭിയ കുർബാന അർപ്പിക്കുന്നിടത്ത് മാത്രമേ അത് ചൊല്ലാനുള്ള അവകാശമുള്ളൂ. ഈ സിനഡ് കുർബാന അങ്ങനെ അർപ്പിക്കപ്പെടുന്ന അവിടെയോ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ പണ്ട് പൂർണ്ണമായിട്ടും കിഴക്കൻ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലോ ഈ ബലിപീഠത്തിന്റെ പ്രാർത്ഥനയല്ല അൽമായർക്ക് അവകാശമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനാഭിയ കുർബാനയോടെ നമ്മുടെ രാജപൗരോഹിത്യം വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനും ഈ ബലിയർപ്പണത്തിൽ പങ്കാളികളെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് വിശുദ്ധീകരണത്തിന്റെ ബലിയുടെ മേസ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറുടെ മേസ്വസ്തി, ഇങ്ങനെ ഒരു കുർബാന ഇനി അർപ്പിക്കുക എനിക്ക് വരുമോ സാധിക്കുകയില്ല, ഞാൻ അറിഞ്ഞുകൂടാ എന്നുള്ള വിശ്വാസം കൂടെ. ആരും ജീവനും മരണത്തിന്റെ നാഥൻ ദൈവമാണെന്നും എന്റെ കയ്യിൽ ഇതൊന്നും ഇരിക്കുന്നില്ലെന്നും ഈ ബലി എന്റെ ആദ്യത്തെ ബലി എന്റെ അവസാനത്തെ ബലി എന്നുള്ള രീതിയിൽ ആ പ്രാധാന്യത്തോടെ അർപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അവസാനിപ്പിക്കുമ്പോൾ ആ അവസാനത്തെ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനയും. അപ്പം ഈ ഒരു അർപ്പണ രീതി ജനാഭിയ കുർബാന എന്ന് പറഞ്ഞാൽ ഏത് പ്രാർത്ഥനയെക്കാളും വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് എന്റെ ഈശോ ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്നു. ബലിപീഠം പുരോഹിതൻ ഒരു ബിഷപ്പ് വന്ന് വെഞ്ചരിച്ച് റോഷ്മ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജീവദായകമായ ബലിയർപ്പണത്തിന് വേണ്ടിയാണ് ആ ബലിപീഠം വേർതിരിക്കുകയും പൗത്രീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ബലിപീഠത്തിലേക്കാണ് ഈശോ എഴുന്നള്ളി വരുന്നത്. കിഴക്കിനും വടക്കിനും ദിക്കിനും പ്രാധാന്യമില്ല. ജനാഭിയ കുർബാന പ്രാധാന്യം എവിടെയാ? ബലിപീഠത്തിനാ പ്രാധാന്യം. ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയ്ക്കാ പ്രാധാന്യം. ബലിപീഠത്തിലെ അപ്പവും മീഞ്ഞിനെയും തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന പരിശുദ്ധ റൂഹായിക്കാണ് അവിടെ പ്രാധാന്യം. ഈ ബലി ഇവിടുന്ന് സ്വീകരിക്കുന്ന പിതാവായ ദൈവത്തിനാണ് പ്രാധാന്യം. അവിടെ ബലിപീഠവും കുർബാനയ്ക്കും പ്രാധാന്യം, ദിക്കുകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും അവിടെ പ്രാധാന്യമില്ല. അതാണ് ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി എറണാകുളം കാലി അതിരൂപത വിശ്വാസികൾ നിൽക്കാൻ കാരണം. വീണ്ടും പറയുന്നു, പുതിയ സിനഡ് തക്സയിൽ മുട്ടുകുത്തുന്ന സമയം എപ്പോഴാ? മുട്ടുകുത്തുന്ന സമയം മാറ്റി കഴിഞ്ഞിരിക്കുന്നു. കൂദാശ വാചകങ്ങൾ ചൊല്ലുമ്പോൾ, അതായത് ഇതെന്റെ ശരീരഭാഗം എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ പ്രാർത്ഥന വീണ്ടും, കർത്താവ് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അവിടെ കർത്താവിന്റെ ശരീരം രക്തമായിട്ട് അവിടെ മാറുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള കുർബാനയാണ് ഈ കുർബാന. അതായത് ഇത് പറയുമ്പോൾ കർത്താവിന്റെ ശരീരം രക്തമായിട്ട് അവിടെ മാറുകയാണ് കൂദാശ വചനങ്ങൾ പുരോഹിതൻ ചൊല്ലുമ്പം. അപ്പം ആ സമയത്ത് മുട്ടുകുത്തി നിന്ന് ദൈവത്തെ ആരാധിക്കാനും കുമ്പിടാനും ഉയർത്തപ്പെടുന്ന തിരുവോസ്തി കാണാനും കുമ്പിട്ട് ആരാധിക്കാനും സാധിക്കുന്നത് ജനാഭിമുഖ ബലിയർപ്പണത്തിൽ മാത്രമേ ഉള്ളൂ. സിനഡ് കുർബാന പ്രകാരം അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു.
ഇതൊക്കെ അറിയാൻ പാടില്ലാതെയാണ് നമ്മുടെ പല സഹോദരങ്ങളും ഇപ്പോൾ സിനഡ് കുർബാന എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം കൂദാശ വചനങ്ങൾ ചൊല്ലുമ്പോൾ അവിടുത്തെ മുട്ടുകുത്തി ആരാധിക്കാനുള്ള ഏറ്റവും വലിയ സത്താമാറ്റത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ടുള്ള ഒരു കുർബാന നടത്തുന്ന രീതിയാണ് ജനാഭിയ കുർബാന. ഇങ്ങനെ കുർബാനയുടെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ദിവ്യബലി നടക്കുന്നത് ദർശിച്ച് അനുഭവിക്കാൻ സാധിക്കുന്നത് ജനാഭിയ കുർബാന മാത്രമേ ഉള്ളൂ. അപ്പം മറ്റേത് പ്രാർത്ഥനകളെക്കാളും വിശുദ്ധ കുർബാന വ്യത്യസ്തമാകുന്നത് എൻ്റെ കർത്താവ് ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്നു, ബലിപീഠത്തിൽ നിന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പം ഒന്നും കൂടെ ആ പ്രാർത്ഥന വിശദീകരണത്തിന് ബലിപീഠമേ സ്വസ്തിയുള്ള പ്രാർത്ഥന എന്ന മനസ്സിൽ അർത്ഥം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും ഒരു ബലിയർപ്പിക്കുമ്പോൾ ഒന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചു നോക്കുക, എൻ്റെ കർത്താവേ ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു ബലിയുടെ പ്രാധാന്യമാണ് അവിടെ, ബലിപീഠത്തിന്റെ പ്രാധാന്യം. നമ്മൾ പുരോഹിതൻ ചുംബിക്കുന്നത് എവിടെയാ സഹോദര, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ജനാഭിയ കുർബാന കാണുന്ന ഞങ്ങൾക്കറിയാം. കാര്യം പുരോഹിതൻ 3 പ്രാവശ്യം കുമ്പിട്ടിട്ട് 3 പ്രാവശ്യം ചുംബിക്കുന്നുണ്ട്. എവിടെയാ ചുംബിക്കുന്നത്? ബലിപീഠത്തിൽ ചുംബിക്കുന്നത്. അപ്പം ബലിപീഠത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സാധിക്കണം. അപ്പൊ ബലിപീഠത്തിന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് കർത്താവിന്റെ തിരിച്ചറി രക്തങ്ങളെ വണങ്ങി മുട്ടുകുത്തി കുമ്പിട്ട് ആരാധിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു ബലിയർപ്പണ രീതിയാണ് ജനാഭിയ കുർബാന. അപ്പൊ അതിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്, വിശ്വാസത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, അല്ലാതെ ഞങ്ങളൊരു ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ പുറകെ അല്ല. ഇത് സജീവമായ പങ്കാളിത്തമാകണം. ഒരു ബലി ഒരു വ്യക്തിക്ക് സജീവമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ട് പുരോഹിതനാണ് ജനാഭിയ കുർബാന അർപ്പിക്കുമ്പോൾ എല്ലാം ദർശിച്ച് അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും നമ്മളറിയാം, ഇന്ന് കാലഘട്ടത്തിന് തലിപ്പം 1962 വിളിച്ചു ചേർക്കപ്പെട്ട 2-ാം വത്തിക്കാൻ കൗൺസിൽ സമാപിക്കുമ്പോൾ ഈ പ്രമാണരേഖകളിൽ എഴുതിയേക്കുന്ന വിശ്വാസികളുടെ സജീവമായ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ കഴിയുന്നതും സ്വകാര്യവും രഹസ്യവുമായേക്കാളുപരി അത് എല്ലാവർക്കും മനസ്സിലാകുന്നതും വ്യക്തമാവുന്ന രീതിയിൽ അത് അർപ്പിക്കണമെന്നും പറഞ്ഞിട്ട് 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ പറയുന്നുണ്ട്. കാര്യം എന്താ? ഇന്നിപ്പോ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടലാണത്. കാര്യം ഇന്നത്തെ തലമുറ സഹോദരൻ ചിന്തിച്ചു നോക്കിയേ, ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മുടെ മാനസിക സ്ഥിതി മാറുന്നുണ്ട്. നമ്മൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എല്ലാം കണ്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് അധ്യാപകർക്ക് മനസ്സിലാവും. ഒരു കുട്ടികളെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പുസ്തകത്തിൽ നിന്ന് നോക്കി ക്ലാസ് എടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് എടുക്കുന്നേക്കാളും അവർക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറുന്ന ഒരു പ്രസന്റേഷൻ ബോർഡിൽ അത് അവതരിപ്പിച്ചിട്ട് അതിന്റെ പോയിന്റ്സ് എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും, പിള്ളേർ ഏറെ ശ്രദ്ധയോടെ ഇരിക്കുകയും ചെയ്യും. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നേക്കാളും കൂടുതൽ നേരിട്ടൊരു 10 പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് വിഷ്വൽ എയ്ഡോട് കൂടി ഇത് പ്രസന്റേഷനും സ്ലൈഡ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിൽ ആകൃഷ്ടരാകുകയും അതിനോട് താല്പര്യം തോന്നി അവർക്ക് ഉണ്ടാവും. അത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. അപ്പം കാലത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് മുന്നേ കൂട്ടി തീരുമാനിച്ച് അതിനുവേണ്ടി വിശ്വാസികളെ ഒരുക്കിക്കൊണ്ട് അർപ്പണ രീതി നൽകിയതാണ് ജനാഭിയ കുർബാന. അത് ആരെ അടിച്ചേൽപ്പിച്ചുകൊണ്ടൊന്നും നടപ്പിലാക്കിയതല്ല, നാച്ചുറൽ ആയിട്ടുള്ള ജീവദായകമായ നാച്ചുറൽ ഗ്രോത്ത്, ഒരു വളർച്ചയിലൂടെ അത് വന്നതാണ്. അപ്പം ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികളായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപത ആൾക്കാർ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സത്താമാറ്റത്തിന്റെ ഇത് പൂർണ്ണമായിട്ടും കർത്താവിന്റെ തിരിച്ചറി രക്തങ്ങളാകുന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഈശോയെ കുമ്പിട്ട് ആരാധിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന്റെയും ഏറ്റവും വലിയ ആരാധന പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിന്റെയും പ്രശ്നമാണ്. ഈശോയെ മുട്ടുകുത്തി ആരാധിക്കാനുള്ള ഒരു ആഗ്രഹവും ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹവുമാണ് ആ സമയത്ത് ഈ കുദാശ വചനങ്ങൾ ചൊല്ലുമ്പോൾ അവിടുത്തെ മുട്ടുകുത്തി നിന്ന് വണങ്ങുവാനും ഉയർത്തപ്പെട്ട ഹോസ്തി ബലിപീഠത്തിലേക്ക് വയ്ക്കുമ്പോൾ കുമ്പിട്ട് ആരാധിക്കുവാനുമുള്ള ഒരു അവകാശവും ഒരു അഭിഷേകവും ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് നിൽക്കുന്നത്. ഇനി കൽദായവൽക്കരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും എതിർക്കുന്നുണ്ട്. അപ്പൊ താങ്കൾക്കറിയാവോ, കൂദാശ വചനങ്ങൾ ഇല്ലേലും ബലി സാധുവാണെന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ബലി എവിടുന്നാ തുടങ്ങിയത്? കർത്താവ് ഈ അന്ത്യത്താഴ വേളയിൽ പെസഹ വ്യാഴാഴ്ച അന്ത്യത്താഴ വേളയിൽ കർത്താവ് ഈ തിരുശരീരം ഒരപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് എന്റെ ശരീരമാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ഒരു വീഞ്ഞെടുത്ത് അവർക്ക് കുടിക്കാൻ നൽകുകയും എന്റെ ശക്തമാണെന്ന് പറഞ്ഞ് കുടിക്കാൻ നൽകുകയും ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബലി കുർബാന തന്നെ ഉണ്ടായത്. അപ്പൊ ഈ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ കൂദാശ വചനങ്ങൾ അല്ലെ സ്ഥാപനവാക്യങ്ങൾ, ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഈ വാക്കുകളില്ലാത്ത കുർബാനയെ സാധുതയുണ്ടെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ താങ്കൾ മനസ്സിലാക്കണം. അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തി കൽദായ പാരമ്പര്യം എന്നുള്ള ഒരു 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 എന്താ പറയാ ഒരു ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട്, കൽദായ പാരമ്പര്യത്തിലേക്ക് എന്നുള്ള ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട് ശരിക്കും കത്തോലിക്ക സഭയിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമായുള്ള ചർച്ച് ഓഫ് ദ ഈസ്റ്റിലോട്ട്, നെസ്റ്റോറിയൻ ഭാഷണത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ചർച്ച് ഓഫ് ദ ഈസ്റ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള അതിന്റെ ദൈവശാസ്ത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. പിന്നെ നമ്മൾ കത്തോലിക്കപരമായിട്ട് നമുക്ക് കിട്ടിയ കാത്തലിക് സ്പിരിച്വാലിറ്റി, കത്തോലിക്ക ആത്മീയതയെ അവർ ലത്തീൻ സമുദായത്തിന്റെ ആ രീതിയിൽ വെറുപ്പോടെ പ്രചരിപ്പിക്കുകയും എല്ലാം ലത്തീൻ ആചാരാന്നും പറഞ്ഞ് മറച്ചു നിർത്താനും അത് ഉള്ളിലുള്ള ജാതീയത തികട്ടി വരുന്നതാണത്. ഞങ്ങളറിയാം, ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഹോദരങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ ജാതീയതയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങൾ കത്തോലിക്കരായിട്ടാണ് കാണുന്നത്.
പക്ഷെ അവിടെ എവിടെയോ കൽദായവാദത്തിന്റെ പുറകിൽ അന്തർലീനമായി കിടക്കുന്ന ഈ കടുത്ത ജാതീയത, കടുത്ത അപരവൽക്കരണം, മറ്റുള്ളവരെ മാറ്റി നിർത്താനുള്ള ശ്രമം, ഇതൊക്കെ ഈ കൽദായവൽക്കരണത്തിലൂടെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കൽദായവാദികളുടെ പല വർത്തമാനങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു മറ്റവരോടുള്ള വിദ്വേഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടി നടക്കുന്നത് എന്നുള്ളത്. നമുക്ക് അങ്ങനെയില്ല, നമുക്ക് എല്ലാവരും സഹോദരങ്ങളാണ്. ഈ ഈ കൽദായവാദികളായിട്ട് ഈ സിനഡ് കുർബാനയ്ക്ക് വേണ്ടി നിലനിൽക്കുകയും ഞങ്ങളെ അച്ഛന്മാരെ പുരോഹിതരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലും അവരുടെ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവരും ഞങ്ങൾ ഒരുമിച്ച് ഭാവിയിൽ വിലയിരുപ്പിക്കണം എന്നുള്ള ബോധ്യത്തോടെയാണ് ഞങ്ങൾ അവരോട് പെരുമാറുന്നത്. കാര്യം ഈശോ വന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹമാണ്. ഈ 10 കൽപ്പനകളുടെ സാരാംശം എന്ന് പറഞ്ഞാൽ എല്ലാറ്റുവരെയും ദൈവത്തെ സ്നേഹിക്കണമെന്നും തന്നെപ്പോലെ അയൽക്കാരെ സ്നേഹിക്കണമെന്നും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കുർബാനയ്ക്ക് വേണ്ടി സഹനപരമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വൈദികർ എത്ര പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു, ഞങ്ങളുടെ വൈദികർ എത്ര പ്രാവശ്യം ചീത്ത കേൾക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ആക്രോശങ്ങൾ ഏൽക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ നിലനിൽക്കുന്നത് ഈ ജീവദാനമായ ബലിയർപ്പണം, ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചൈതന്യം പകർന്നു നൽകിയ ഈ അൽമായ രാജപൗരത്തിന്റെ ആഘോഷമായ ഈ ബലിയർപ്പണം. എന്റെ കർത്താവ് ഈ ബലിപീഠത്തിലാണ് എഴുന്നള്ളി വരുന്നത്. ഏതും ദിക്കിൽ നിന്ന് വരുന്ന രണ്ടാം വരവ് വരുന്നുണ്ടെങ്കിലും ഈ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ മറ്റേത് പ്രാർത്ഥനയേക്കാളും ഈ കുർബാന അർപ്പിക്കപ്പെടുന്ന ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വരുന്ന എന്റെ കർത്താവാണെന്നുള്ള ബോധ്യത്തിൽ ഈ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വരുന്ന കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കുവാനും വണങ്ങുവാനും ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ട് അതിൽ പങ്കാളികളാവാനും സജീവ പങ്കാളിത്തത്തിലേക്ക് കടന്നു വരുവാനും വേണ്ടി അവർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് സ്വന്തം ജീവിതം വരെ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന പുരോഹിതരാണ് ഞങ്ങൾക്കുള്ളത്. കാര്യം അവർക്ക് പറയാം, ജനാഭിയ കുർബാനയിൽ വിശ്വാസികളുടെ പങ്കാളിത്തം അവർ അനുഭവിക്കുന്നതാണ്. സജീവമായ പങ്കാളിത്തം. ഞാനും ഈ സമൂഹവും ഒരുമിച്ച് ചേർന്ന് എൻ്റെ കർത്താവിന്റെ ബലി അർപ്പിച്ച് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നുള്ള ബോധ്യം അവരിൽ ആഴപ്പെടുന്നതുകൊണ്ടാണ് എന്ത് സഹനം ഏറ്റെടുത്തിട്ടും ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കാൻ പുരോഹിതർ തയ്യാറാകുന്നത്. ഈ സത്യം താങ്കൾ മനസ്സിലാക്കുക. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇത് വെറും ഒരു ആചാരമോ ഒരു തിരിയലിന്റെയോ അല്ല. ഇത് വിശ്വാസം, കാത്തലിക് ഫെയ്ത്ത്, കോർ വിശ്വാസം. എൻ്റെ കർത്താവ് എൻ്റെ ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്നു, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠത്തിലേക്ക്, കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ള ബോധ്യത്തിൽ അത് ദർശിച്ച് ആരാധിക്കുവാനുള്ള ആ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, ആ ഒരു അഭിഷേകം നമുക്ക് കിട്ടിയ രണ്ടാമത്തെ കൗൺസിൽ വഴി കിട്ടിയ ആ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇതിനുവേണ്ടി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന പുരോഹിതരോട് ഞങ്ങൾക്ക് നന്ദിയുള്ളവരാണ്. താങ്കൾ ഇത് തിരിച്ചറിയുക. മറ്റേത് പ്രാർത്ഥനകളെക്കാളും വേറെ ഏത് പ്രാർത്ഥനയും താങ്കൾ രൂപത്തിൽ ഫോട്ടോയിലോട്ട് നോക്കി കിഴക്കോട്ട് തിരിഞ്ഞ് കർത്താവിന്റെ രൂപത്തിലോട്ട് നോക്കിയോ ഫോട്ടോയിൽ നോക്കിയൊക്കെ അർപ്പിച്ചു. ഇവിടെ ബലിപീഠത്തിൽ എന്ന് പറഞ്ഞ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്ന കർത്താവ്, കർത്താവിനെ നോക്കി ആരാധിക്കാനും മടങ്ങുവാനും ബലിപീഠത്തില് അനുഷ്ഠിക്കപ്പെടുന്നവയെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആന്തരിക അർത്ഥത്തിലൂടെ ആ കർത്താവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കാഴ്ചവെപ്പിന്റെ സമയത്ത് കുരിശാറിൽ പുരോഹിതനെയും കാസയും ബിലാസ് ഉയർത്തി സമർപ്പിക്കുമ്പോൾ ഇത് കർത്താവിന്റെ കുരിശുമരണത്തെ അവിടെ പ്രഖ്യാപിക്കുന്നു. കുരിശുമരണം അവിടെ കർത്താവിടെ കുരിശ് കിടക്കുന്ന കർത്താവിനെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. ഈ ബലിപീഠത്തിലേക്ക് തിരിച്ച് അദ്ദേഹം അത് വെക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ പുരോഹിതൻ അവിടെ വയ്ക്കുമ്പോൾ കർത്താവിന്റെ മരണം അവിടെ പ്രഖ്യാപിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഈ കർത്താവിന്റെ ജീവിതത്തിലൂടെ ഒരു കടന്നുപോക്കൂടെ ഈ ബലിയിൽ നമ്മൾ അനുസ്മരിക്കപ്പെടുകയാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ദർശിച്ച് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ജനാഭിയ കുർബാന. അതുകൊണ്ട് കിഴക്കനഭിയ കുർബാനയ്ക്ക് അതിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട്. ജനാഭിയ കുർബാന എന്ന് പറയപ്പെടുന്ന യഥാർത്ഥത്തിൽ അൽമായരും അല്ലെങ്കിൽ രാജപുരോഹിതരും ശുശ്രൂഷാ പുരോഹിതരും ബലിപീഠത്തിന് ചുറ്റും നിന്ന് അർപ്പിക്കുന്ന ജനാഭിയ കുർബാനയ്ക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി നിലനിൽക്കുകയാണ്. സഹോദരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നുണ്ട്. ഈ നമുക്കറിയാം, നമ്മൾ വിവേകം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഐക്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഐക്യരൂപ്യത്തിന് വേണ്ടി ഐക്യം കളയുന്ന പ്രവണത ലോകത്തൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒന്നും അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും അത് എല്ലാ കാലങ്ങളും നിലനിൽക്കത്തില്ല. അപ്പൊ ശരിക്കും ചരിത്രപരമായിട്ട് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പുരോഹിതർക്കെതിരെ നടപടിയെടുക്കാൻ വകുപ്പുണ്ടായിരുന്നു. ഇത് പാഷേണ്ടത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ, ഈ ചെല്ലുന്ന പ്രാർത്ഥനകളിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ചെല്ലുന്നുണ്ടെങ്കിൽ നിയമ നടപടി എടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇത് സഭ അംഗീകരിച്ച് നൽകപ്പെട്ട പ്രാർത്ഥനകളൊക്കെ സഭ അംഗീകരിച്ച് നൽകിയത്. ഒരു മൈനർ റൂബ്രിക്സിന്റെ കാര്യത്തിൽ ഇത് നല്ല ഉദ്ദേശത്തോടെ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തിന് വേണ്ടി ആ റൂബ്രിക്സിന്റെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച കാണിച്ചെന്നും പറഞ്ഞ് ഒരു പുരോഹിതനും കുറ്റക്കാരാകുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ വലിയ ചൈതന്യം തിരിച്ചറിഞ്ഞ പുരോഹിതർ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ വെളിച്ചം സ്വീകരിച്ചവരാണ് ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ സഹോദരൻ വീണ്ടും മനസ്സിലാക്കുക, മറ്റേത് പ്രാർത്ഥനകളെക്കാളും ദിവ്യബലി വ്യത്യസ്തനാക്കുന്നത് എൻ്റെ കർത്താവ് ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്നു. അത് കണ്ട് ദർശിച്ച് അനുഭവിച്ച് അവിടുത്തെ മുട്ടുകുത്തി ആരാധിക്കാനുള്ള, അവിടത്തേക്ക് നന്ദി പറയാനുള്ള, അവിടത്തേക്ക് സ്തുതിക്കാനുള്ള ഏറ്റവും വലിയ അഭിഷേകമായ ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾ ഏതറ്റം വരെയും സഹനമെടുക്കാൻ തയ്യാറാണെന്നും അത് സഹോദരങ്ങളെ വെറുത്തുകൊണ്ടല്ല സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണെന്നും ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ട് താങ്കളോട് ഞങ്ങളോടൊപ്പം ചേരുവാൻ, ഈ ആത്മീയതയ്ക്ക് വേണ്ടി, ആത്മീയതയുടെ ആഘോഷമായ രാജപൗരവത്തിന്റെ ആഘോഷമായ ജനാഭിയ കുർബാനയ്ക്ക് നിലകൊള്ളാൻ വേണ്ടി വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞത് സഹോദരന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അത് ക്ഷമ ചോദിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വികാരമാണ് ഇവിടെ പ്രകടിപ്പിച്ചതെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു. സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ.